സൊസൈറ്റി എന്ന നിലയിൽ നമ്മുടെ ഒരു സോഷ്യൽ ഔട്ട് ബീയിങ് മാറിയിട്ട് കുറച്ചുകൂടെ മൈക്രോ ഇൻഡിവിജ്വൽ ആയിട്ട് മാറിയപ്പോൾ ഇത്തരം സോഷ്യൽ ഗ്യാതറിങ്സ് ഇല്ലാതെ വരുന്നു. എഴുത്തുകാരൻ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ള പ്രശ്നമല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും തമാശയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഷേക്സ്പിയർ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നോ, ഷേക്സ്പിയർ ഇങ്ങനെയാണ് ഉദ്ദേശം ചോദിച്ചപ്പോൾ ഒന്നും ഉത്തരം പറയാനില്ല. പ്രൊഫസറായിരുന്നു, കോളേജിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന സാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നെക്സ്റ്റ് ടൈം ഷേക്സ്പിയറിനെ കാണുമ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. സെൻസിബിലിറ്റി, കണ്ടംപററി ഇൻസിഡൻസ്, അവിടെ പ്രത്യേകിച്ച് വേറെ നിർഭയം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊണ്ട് ആവശ്യമില്ല. ആളുകൾ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, റീച്ച് ചെയ്യും. ശാകുന്തളം കണ്ടിട്ട് NSDയിലെ കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ബോർഡ് ബൈ കുട്ടി ഞാൻ പറയുന്നത് ഇറ്റ്സ് എ പ്ലേ ബൈ ചിൽഡ്രൻ ഫോർ ദ അഡൽട്സ് എന്നാണ് പറയുക. പെർഫോംഡ് ബൈ ചിൽഡ്രൻ ബട്ട് ഫോർ ദ അഡൽട്സ്. പിന്നെ അപ്പോൾ അതൊക്കെ സാറിനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ ഇങ്ങനെ പേര് ഏതാണ്ടായി, എന്താ പേര്, ഇങ്ങനെ നാട്യധർമ്മി കിട്ടാലെന്ന് ആലോചിക്കും. അയ്യേ കൊള്ളത്തില്ല, എനിക്ക് നല്ല ലോകധർമ്മിയാണ്. ഇന്ന് നമ്മളിവിടെ ഉള്ളത് ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്, റിട്ടയർഡ് കെമിസ്ട്രി പ്രൊഫസർ. അപ്പോൾ ആലോചിക്കും, റിട്ടയർഡ് കെമിസ്ട്രി പ്രൊഫസറും അഞ്ജയും തമ്മിൽ എന്താ സംസാരിക്കാൻ പോണേന്ന്. ഒരു നാടക ആസ്വാദകനായി തുടങ്ങി നാടക ആചാര്യനായി മാറിയ ചന്ദ്രദാസ മാഷാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ ഇന്ത്യൻ തിയേറ്റർ സിനാറിയോയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു 4-5 വാക്കുകളിൽ പറഞ്ഞ് നിർത്താനാവുന്ന ഒരു കാര്യമല്ല. കൊച്ചിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പും മഴവിൽ കുട്ടികളുടെ ഇടയിലും, അങ്ങനെ കേരളത്തിൽ കൃത്യമായൊരു നാടക സംസ്കാരം ഉണ്ടാക്കാനും അതിൽ നിന്നും ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഫിൻലൻഡ് മുതൽ ലുത്യാന മുതൽ NSD മുതൽ അങ്ങോട്ട് അക്കാഡമീഷ്യനായിട്ടും തിയേറ്ററീഷ്യനായിട്ടും ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും ഒരു ഡ്രമറ്റേജായിട്ട് ഒരുപാട് നാടകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചന്ദ്രദാസ മാഷിനോട് നമുക്ക് കണ്ടംപററി തിയേറ്റർ സെനാറിയോ ഇൻ ഇന്ത്യ, സ്പെഷ്യലി കേരള, എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം സർ, വെൽക്കം ടു മലബാർ ജേണൽ. താങ്ക് യു. ഞാനിപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒന്ന് വൈകുന്നേരം ഒരു തിയേറ്റർ ക്യാമ്പ് ഉണ്ട്, അവിടേക്ക് പോകണം എന്ന്. അപ്പോൾ വെക്കേഷനാണ്, കുട്ടികളുമായിട്ടാണോ, എന്താ വൈകുന്നേരം? വെക്കേഷനായിട്ടല്ല, അത് നമ്മൾ കുട്ടികൾക്കൊരു തിയേറ്റർ വർക്ക് ചെയ്യാൻ ഒരു തിയേറ്റർ ഗ്രൂപ്പുണ്ട്. ലോകധർമ്മിയുടെ ചിൽഡ്രൻസ് തിയേറ്റർ വിങ് ആണ്, മഴവിലെന്നാണ് പേര്. അത് എല്ലാ ശനിയാഴ്ചകളിലും 4 to 6 കേരള മ്യൂസിയത്തിൽ, ഇപ്പോൾ കേരള മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മളൊരു 2017 വരെ അത് ചങ്ങമ്പുഴ പാർക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചങ്ങമ്പുഴ പാർക്കിലും ലോകധർമ്മിയിലും, ലോകധർമ്മി ബേസ് നായരമ്പലത്താണ്, വൈപ്പിനിൽ നായരമ്പലത്ത്, അവിടെ നടന്നിരുന്നു. പക്ഷേ സിറ്റിയിൽ നിന്നുള്ള കുട്ടികൾക്ക് അവിടെ വരെ എത്താനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു, കോവിഡ് വന്നു. കോവിഡിന് ശേഷം നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തത് കേരള മ്യൂസിയത്തുമായിട്ട് അവിടെയാണ്. ഹൗ ഇസ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ? ഇപ്പോൾ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട് അബൌട്ട് പുതിയ ജനറേഷനിലെ കുട്ടികൾ ഡിഫിക്കൾട്ടാണ്, സ്മാർട്ട് പാരൻറ്റിങ്, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് വെൻ യു ഐ നോ തിയേറ്റർ ഇസ് ഓൾവേസ് മെഡിറ്റേറ്റീവ് ആൻഡ് മെഡിക്കേറ്റീവ് ആൻഡ് ഓൾ ദ സ്റ്റാഫ്. ഹൗ ഇസ് വർക്കിംഗ് വിത്ത് കിഡ്സ്? ഇല്ല, കുട്ടികൾ എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുട്ടിയായിരുന്നു പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് അവർ ഫേസ് ചെയ്യുന്ന, കോൺഫ്രണ്ട് ചെയ്യുന്ന സിനേറിയോ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ മരത്തെ കയറുകയും മതിലിയാടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും സൈക്കിൾ ഓടുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിയിട്ട് അവർ കുറച്ചുകൂടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നു. അവർ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്, അവരുടെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. അവർക്കിപ്പോൾ മരത്തെ കയറാനോ ഒന്നും ഒച്ചയുണ്ടാക്കി പോകാൻ പറ്റില്ലല്ലോ, ഒന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ കുറച്ചുകൂടെ കൺഫൈൻഡ് സ്പേസിലേക്ക് മാറി. പക്ഷേ ഇൻസൈഡ് ബേസിക്കലി ഉള്ളിൽ കുട്ടികൾ തന്നെയാണ്. അവർ കുറച്ചുകൂടെ ഇൻഫോംഡ് ആണ്, ദേ നോ സർട്ടൻ തിങ്സ്. പക്ഷേ നമ്മുടെ ഒരു പീരീഡിൽ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യം നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ബേസിക്കലി ഇൻഹറൻ്റ്ലി ദേ ആർ ചിൽഡ്രൻ. അപ്പോൾ തിയേറ്റർ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന അവരുടെ ഇൻസൈഡുമായിട്ടാണ്, അവരുടെ ഒരു, അപ്പോൾ നമ്മളവരുടെ ഇൻസൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ ഒരു ബേസിക് ചൈൽഡിലേക്ക് പോകുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യും. എന്നിട്ട് ഇറ്റ്സ് വെരി സ്മൂത്ത് ആൻഡ് വെരി, ഇതൊരു വളരെ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം ഇറ്റ്സ് റിയലി ബോണ്ടിങ് ആൻഡ് ദേ ലവ് യു ഇൻറ്റൻസ്ലി. അവർ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ചെയ്യാൻ, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് സംതിങ് വിച്ച് ദേ കനോട്ട് ഗെറ്റ് ഔട്ട്സൈഡ്. ഇപ്പോൾ തിയേറ്ററിന് പുറത്ത് കിട്ടാത്ത ഒരു ഊഷ്മളതയെന്നോ ഒരു ഫ്രീഡമെന്നോ ഒരു എക്സ്പോഷറെന്നോ അവരെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ, അവരെ പറ്റി തന്നെ മനസ്സിലാക്കിയേക്കുന്നത് അല്ല എന്ന് അവർക്ക് തിരിച്ചറിയാൻ, സൊസൈറ്റിയെ തിരിച്ചറിയാൻ, ചുറ്റോടെ നടക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ, അതിനെങ്ങനെ കൺഫ്രണ്ട് ചെയ്യുന്ന അറിയാൻ, എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ഹാസ് യുവർ അപ്രോച്ച് ടുവേർഡ്സ് ഇവൻച്വലി ഇപ്പോൾ ഈ 66 വർഷത്തിൽ ഒരു 45 വർഷത്തോളം യു വുഡ് ഹാവ് ബീൻ പാർട്ട് ഓഫ് ദിസ്. സോ ഇവൻച്വലി ഈ പറഞ്ഞ അപ്രോച്ച് മാറിയിട്ടുണ്ടോ കുട്ടികളുടെ തിയേറ്റർ സ്പേസിൽ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ചിൽഡ്രൻസ് തിയേറ്റർ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്
കുട്ടികൾ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കക്ഷികളാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ് ടു ഐ വാസ് വർക്കിംഗ് വിത്ത് അഡൾട്ട്സ്. നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അവർ അത് പെട്ടെന്ന് അസിമുലേറ്റ് ചെയ്യും, അവർ നമ്മളോട് നന്നായിട്ട് കറസ്പോണ്ട് എന്നൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. 96-ലോ 97-ലോ 95-96 ആ പീരീഡിൽ ആക്സിഡൻ്റലായിട്ടാണ് വാസ്തുവിൽ ഞാനൊരു കുട്ടികളോട് വർക്ക് ചെയ്യേണ്ടി വന്നത്. അന്ന് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ റിക്രിയേഷൻ ക്ലബ്ബ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കുട്ടികൾക്കൊരു വർക്ക്ഷോപ്പ് ചെയ്യണം, പ്ലസ് അവരുടെ റിക്രിയേഷൻ ക്ലബ്ബിലെ എക്സ്പീരിയൻസ്ഡ് തിയേറ്റർ ആളുകളാണ്, അവർക്ക് വേണ്ടി ഒരു പ്ലേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്യാം, കുട്ടികൾക്ക് പ്ലേ ചെയ്യണം. കുട്ടികൾക്ക് പ്ലേ ചെയ്യുന്നത് ഞാൻ വേറൊരു സുഹൃത്തിനെ ഏൽപ്പിക്കാം, സ്കൂൾ ഡ്രാമയിൽ പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട് ജോസഫ് ആന്റണിയെ ഏൽപ്പിക്കാം. നാടകം മുതിർന്നവർക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആഫ്റ്റർ ദി 5-day വർക്ക്ഷോപ്പ് ഞാനത് തിരിച്ചു പറഞ്ഞു, കുട്ടികളുടെ പ്ലേ ചെയ്തോളാം, മുതിർന്നവർക്കുള്ള പ്ലേ ജോസഫ് ആന്റണി ചെയ്യട്ടെന്ന് പറഞ്ഞു. കാരണം അവർ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത, എന്നെ അത്ഭുതപ്പെടുത്തിയ രീതിയിലാണ് അവർ എന്ത് ചെയ്തത്, റെസ്പോണ്ടും റിയാക്റ്റും ചെയ്യുന്നത്. ദേ ആർ മോർ ഓപ്പൺ. അവരുടെ ഒരു എന്താ പറയുക, ഇമാജിനേഷൻ, കാര്യങ്ങളോടുള്ള റിയാക്ഷൻ, അതിൻ്റെ പോസിബിലിറ്റീസ്, ദേ ആർ മച്ച് മോർ ഓപ്പൺ വിത്ത് യുവർ മൈൻഡ്, ബോഡി, എവറിത്തിങ്. സോ ഇറ്റ്സ് വെരി സ്മൂത്ത് ടു വർക്ക്. So then 96 onwards, I was continuously working with children. I started a children's change in the approach. ഒന്നുമില്ല. Not much. It's not much. Only thing, ഈ തിയേറ്ററിൻ്റെ ചില ടെക്നോളജി മാറുന്നു, നമ്മുടെ ചില സൗകര്യങ്ങൾ മാറുന്നു, നമ്മുടെ സ്പേസ് മാറുന്നു, അതൊക്കെ അല്ലാതെ ഈ ഒന്നുമില്ല. ഇപ്പോൾ ബേസിക്കലി കുട്ടികളുടെ തിയേറ്ററിൽ അവർ പറയുക കഴിഞ്ഞാൽ ദേ വാണ്ട് ടു എൻജോയ്. ഇപ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് ആളുകളെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പ്ലേ ചെയ്ത് അതല്ല അവർക്ക് വേണ്ടുന്നത്. ഒരു അവർക്ക് കളിക്കണം, അവർക്ക് പാട്ട് പാടണം, അവർക്ക് ഇത് ചെയ്യണം, അവർക്ക് അഭിനയിക്കുകയും ചെയ്യണം, ആളുകൾ നന്നായിട്ട് പറയുകയും ചെയ്യണം. സോ ദേ വാണ്ട് ദ സെയിം തിങ്. ഇപ്പോൾ ഞാൻ പണ്ടുപോലെ ചെയ്യുന്ന പ്ലേക്കകത്ത് സോങ്സ്, മൂവ്മെൻറ്റ്, മ്യൂസിക്, മാസ്ക്, ഗ്രൂപ്പ് മൂവ്മെൻറ്റ്സ്, ആൻഡ് ദെയർസ് എ സ്റ്റോറി, ആൻഡ് ദെയർസ് സംതിങ് ഇൻസൈഡ് വിച്ച് ദേ ക്യാൻ ടേക്ക് ബാക്ക് ടു ദെയർ ലൈഫ്. അപ്പോൾ അത് ബേസിക്കലി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു കൂട്ടം ഉറുമ്പുകളുള്ള പ്ലേ ആണ്. അവസാനം ഞാൻ ചെയ്തത് ദ ബോട്ട് ബോയ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയൊരു പ്ലേ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും യങ്ങസ്റ്റ് ഫ്രീഡം മാർട്ടിയർ, ഒരു 11 വയസ്സിൽ കൊല്ലപ്പെട്ട ഒരു ഒറിയ പയ്യനുണ്ട്. അപ്പോൾ അവൻ്റെ സ്റ്റോറിയാണ് അവസാനം ചെയ്തത്. പക്ഷെ അതിനകത്ത് രണ്ടിനകത്തും ബേസിക്കലി ഇറ്റ്സ് ദ സെയിം. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ ഗ്രൂപ്പ് യു ആർ ഗെറ്റിംഗ്. ഹാബിറ്റാറ്റ്. ചില കുട്ടികൾക്ക് ചില ഗ്രൂപ്പിൽ ചില കുട്ടികളുണ്ടാവും, അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് വേറെ ചില വശം ഉണ്ടാവും. സോ വി മേക്ക് യൂസ് ഓഫ് ദാറ്റ് ആൻഡ് ഇറ്റ്സ് ബേസിക്കലി ഫൺ ഫോർ ദം, ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ് ഫോർ ദം. ദേ ഹാവ് ടു എൻജോയ് ആൻഡ് ദേ ഹാവ് ടു ഫോർഗെറ്റ് ദി അതർ തിങ്സ്. ദേ ഹാവ് ടു ക്രിയേറ്റ് ദിസ് വേൾഡ്. ഇറ്റ് ഷുഡ് ബി മാഗ്നിഫിഷൻ. ഒരു വലിയ സാധനങ്ങൾ വേണം, ചെറിയ കുഞ്ഞു സാധനമൊന്നും പോരാ അവർക്ക്. ഇറ്റ് ഷുഡ് and it should communicate. They feel we have said something which the adults do not know. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ബോട്ട് ബൈ പറ്റി ഞാൻ പറയുന്നത്, ഇറ്റ്സ് എ പ്ലേ ബൈ ചിൽഡ്രൻ ഫോർ ദ അഡൾട്ട്സ് എന്ന് പറയുക. പെർഫോംഡ് ബൈ ചിൽഡ്രൻ ബട്ട് ഫോർ ദ അഡൾട്ട്സ്. പക്ഷെ അതിൻ്റെ മൊത്തം ഒരു പാരാഫർണേലിയ, അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ വാട്ട് ചിൽഡ്രൻ ക്യാൻ ഡു, കുട്ടികളുടെ ഒരു ഹാബിറ്റ്സുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ്. ചന്ദ്രദാസ മാഷിനെ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം എന്നൊരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിനോട് ചിൽഡ്രൻസ് തിയേറ്ററിനെ പറ്റി മാത്രം ചോദിക്കരുത്, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലോകധർമ്മയിലേക്ക് വരുമ്പോൾ, നാട്യശാസ്ത്രത്തിൽ ലോകധർമ്മമുണ്ട്, നാട്യധർമ്മമുണ്ട്. അതിൽ ലോകധർമ്മം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ആളുകളോട് ചേർന്ന് എന്ന് പറയുന്ന രീതിയിൽ ലോകധർമ്മി ഫോം ചെയ്തപ്പോൾ അത് ഐഡിയ ബിഹൈൻഡ് ഇറ്റ് എന്താണ് ലോകധർമ്മിയിൽ. ഞാൻ ലോകധർമ്മിയെ പറ്റി വായിക്കാനും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ യു ഹാവ് ഡൺ ഇമ്മെൻസ് വർക്ക് ഇൻ ഇറ്റ്. ലൈക്ക് യുനോ, ഇപ്പോൾ ഇവിടെ നമ്മളെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഇപ്പോൾ വിനയ് ഫോർട്ട് മുതൽ പൂജ മോഹൻരാജ് മുതൽ അങ്ങനെ ഒരുപാട് ആളുകൾ, മുത്തുമണി, ഒരുപാട് പേരുടെ പ്ലേ അവർ പെർഫോം ചെയ്തത് കണ്ടു. അങ്ങനെ ഇവിടെ ഒരു വളരെ കൃത്യമായൊരു കൾച്ചർ ഉണ്ടാക്കിയിട്ടുള്ള, നാടക കൾച്ചർ ഉണ്ടാക്കിയിട്ടുള്ള ലോകധർമ്മിയുടെ ഐഡിയ ബിഹൈൻഡ് ഇറ്റ്. വാട്ട് ഡു യു ഡു ഇൻ ഇറ്റ്? ബേസിക്കലി ദി ഐഡിയ വാസ്, ഞാൻ സ്റ്റുഡൻറ്റ് ഓഫ് കെമിസ്ട്രി. ഞാൻ സെക്കൻഡറി സിക്ക് പഠിക്കുമ്പോഴാണ് തൃശ്ശൂർ സ്കൂളോട്ടാണ് തുടങ്ങിയത്. പിന്നെ എൻ്റെ ഗ്രാമത്തിൽ ധാരാളം നാടകങ്ങളുണ്ടായിരുന്നു, വളരെ അമച്ചറിഷ് ആയിട്ടുള്ള, ക്രൂഡായിട്ടുള്ള, പക്ഷേ മോഡേൺ പ്ലേസ് ഒക്കെ ചെയ്യാൻ.
ക്യാമ്പസ് തിയേറ്ററിൽ കുരുളിങ്ങാട് ദേവമാതാ കോളേജിൽ പഠിച്ചു. അവിടെ ക്യാമ്പസ് തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പ്ലേ ആയിട്ടുണ്ട്. അവിടെ ഞാൻ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് ഈ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, കെമിസ്ട്രി വേണമെന്നുകൊണ്ട് നീയാണ് വാശി പിടിച്ചത്, പഠിക്കാൻ കെമിസ്ട്രി പഠിച്ചാൽ അല്ലെങ്കിൽ നിർത്തിക്കോളാമാണ്. സോ ഐ കണ്ടിന്യൂ മൈ കെമിസ്ട്രി. ഞാൻ PG ചെയ്തു. പിന്നെ ഇവിടെ എറണാകുളത്ത് കോളേജിൽ ജോലിയും കിട്ടി. അപ്പോൾ ഒരു ആ സമയത്ത് ദി പാഷൻ ഫോർ തിയേറ്റർ അതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ കോളേജ് നാടൻ ചെയ്യുന്നുണ്ട്. പിന്നെ കോട്ടയം ശ്രീമസലാണ് അവിടെയും പ്ലേ ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ടൊരു പ്രതിഭ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ നമ്മൾ പ്ലേകൾ ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് കുറവിലങ്ങാട്, കൃത്യമായ മണ്ണക്കനാട്. ബാബുദമ്പൂരിയുടെ അയൽവാസിയാണ്. ബാബുദമ്പൂരിയുടെ കെമിസ്ട്രിയുടെ നാടകത്തിൻ്റെ ഒക്കെ ഒരു ഗുരുനാഥനാണ്. അത് കഴിഞ്ഞ് എറണാകുളത്ത് വരുമ്പോൾ ഇറ്റ്സ് എ ന്യൂ സ്പേസ്. പക്ഷേ ഇവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പുതിയ കൂടുതൽ ആളുകളെ കാണാൻ തുടങ്ങി. കേരള കലാപീഠം കൊണ്ടൊരു ജോയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു ആർട്ട് സെൻ്റർ ആയിരുന്നു. അവിടെ ചിത്രകാരന്മാർ, എഴുത്തുകാർ, പാട്ടുകാർ, കവികൾ അവിടെ വെച്ച് ഇങ്ങനെ മലയാളം ചുള്ളിക്കാടും സനുമാഷിൻ്റെയൊക്കെ ടോക്ക് ഡെയിലി കേൾക്കാൻ തുടങ്ങി. ശങ്കരപിള്ള സാർ ഇടയ്ക്ക് വരും, ദേവമാഷ് അവിടെ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ ഇത് കേൾക്കും. പക്ഷേ ഒരു തിയേറ്റർ സ്പേസ് നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ്. അവിടെ ടി എബ്രഹാം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ എബ്രഹാമിൻ്റെ കൂടെ നാടകങ്ങൾ ചെയ്യാൻ കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അത് പ്ലാനിങ്ങിലേക്ക് അത് നിൽക്കുമ്പോഴാണ് ഇവിടെ നാടകം ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വല്ലർപാടത്തൊരു സ്ഥലത്താണ് ആദ്യം നാടകം ചെയ്ത് തുടങ്ങിയത്. ഒരു ഡെയിലി വർക്കിന് പോകുന്ന കുറേ ആളുകൾ, അവരിവിടെ ഗ്രാമവേദി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പാണ് തുടങ്ങുന്നത്. 2-3 പ്ലേ ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് തൃപ്പൂണിത്തുറ ഞാൻ ഭാസഭേരി എന്ന് പറഞ്ഞൊരു ലോക്കൽ ഗ്രൂപ്പ് എന്നെ വിളിച്ച് എം ടി ഒരു നാടകമായിട്ടുള്ളൂ, ഗോപുര നടയിൽ, അത് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നാടകം പഠിക്കണമെന്നും സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള സ്ഥലത്ത് പോയി ഇത് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. സോ അത് പോലെ ഒത്തിരി ആളുകളുണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിലോ അങ്ങനെ ഇന്നിപ്പോൾ പല സ്ഥലത്തും ഉണ്ട്. ഒരു അക്കാഡമിക്കായിട്ട് പഠിക്കാൻ അവസരം കിട്ടാത്ത മറ്റ് ജോലികളിലും മറ്റ് സ്ഥലങ്ങളിൽ പെട്ടുപോയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ തിയേറ്റർ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊരു തിയേറ്റർ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ആക്ടിങ് ട്രെയിനിങ് ആരംഭിച്ചത്. അത് സ്കൂൾ ഓഫ് ഡ്രാമ പഠിപ്പിക്കുന്ന അവിടുത്തെ അധ്യാപകരും സുഹൃത്തുക്കളും അല്ലാത്ത ആൾക്കാരും ഞങ്ങളൊക്കെ കൂടിയാണിത് നടന്നത്. അപ്പം അങ്ങനെ അത് നടന്നു വന്നപ്പോഴത്തേക്കും ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ അത് ഇവോൾവ് ചെയ്ത് വന്നു. ഒന്ന്, അവിടെ നമുക്കൊരു ആക്ടിങ് തിയേറ്റർ ട്രെയിനിങ് ഉണ്ട്. അത് ആക്ടിങ് മാത്രമല്ല, തിയേറ്ററിൻ്റെ ഹിസ്റ്ററി, ലിറ്ററേച്ചർ, എസ്തറ്റിക്സ്, അത് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. സാനു മാഷാണെങ്കിലും തോമസ് മാത്യു മാഷാണെങ്കിലും ഇവിടെ എല്ലാവരും വന്ന് സ്കൂൾ ഓഫ് ഡ്രാമ ശങ്കരപിള്ള സാറ് ഒക്കെ എപ്പോഴും വന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരു സ്ഥലത്ത് തിയേറ്റർ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിൻഡ് ആക്ടേഴ്സിന് വെച്ച് പ്ലേകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, പെർഫോം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ കുറച്ച് റിസർച്ച് ആക്ടിവിറ്റിയുടെ വേണം. സോ വി ഹാവ് ടു സ്റ്റഡി മോർ ആൻഡ് ലുക്ക് തിങ്സ്, കുറച്ചുകൂടെ ഡീപ്പറായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ ആസ്പെക്ട്സ് വന്നപ്പോഴത്തേക്കുമാണ് ഒരു 96-97 ആയപ്പോഴത്തേക്കും ഇതൊരു ഫോമായി, ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലൊരു ഫോമായി. ഇപ്പോൾ ഭാസഭേരിയുടെ കീഴിൽ ഭാസഭേരി നാടകശാല എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് നമ്മളൊരു ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഏത് പേരിടണം എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ നമ്മുടെ ഗുരുക്കന്മാർ കാവാല തന്നെ പഠിക്കുന്നത് പറഞ്ഞു. പൗലോസ് സാറ്, KG പൗലോസ് നമ്മുടെ കൂടെ ആദ്യം പോലെ ഉണ്ട്. ഇന്നുപോലെ സാറാണ് എൻ്റെ ചെയർമാൻ. പൗലോസ് സാറുണ്ട്, വയലാ സാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ്, പേര് വേണം എന്ന് പറഞ്ഞു. ഓരോരുത്തരും ഓരോ പേര് സജസ്റ്റ് ചെയ്തു. അവസാനം ഇങ്ങനെ നാട്യധർമ്മി എന്ന ഒരു പേര് ഇങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനത് പണിക്കർ സാറ് മത്തവാരണി എന്നവരാണ് സാറ് സജസ്റ്റ് ചെയ്തിരുന്നത്. മത്തവാരണി നാട്യശാല ടൈമാണ് ഈ സ്റ്റേജിൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ ആക്ടേഴ്സ് മേക്കപ്പ് ആയിട്ടും എൻട്രി ചെയ്യുന്ന ആ സ്പേസിനാണ്. അപ്പോൾ ഞാൻ അതൊക്കെ സാറിനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ ഇങ്ങനെ പേര് ഏതാണ്ടായി എന്താ പേര്, ഇങ്ങനെ നാട്യധർമ്മി എന്നിട്ടാലോന്ന് ആലോചിക്കും. അയ്യേ കൊള്ളത്തില്ല, എനിക്ക് നല്ല ലോകധർമ്മിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ശരി സാറേ അത് മതി. അപ്പോൾ അങ്ങനെ ലോകധർമ്മി എന്നുള്ള പേര് പണിക്കർ സാറിൻ്റെ സജഷനാണ് ഏത് വേണം. പക്ഷേ അത് വേറെ തരത്തിൽ ഞാൻ ചെയ്ത വർക്കുമായിട്ട് വളരെ സ്യൂട്ടബിളാണ്. എൻ്റെ പ്ലേകൾ വളരെ ഇന്ത്യൻ ഒരു ട്രഡീഷണൽ തിയേറ്ററിൻ്റെ നമ്മുടെ ഒരു പെർഫോമൻസ് കൾച്ചറിനെ നമ്മൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. അത് ക്ലാസിക്കൽ തിയേറ്ററിലുണ്ട്, ഫോക്ക് തിയേറ്ററിലുണ്ട്, നമ്മുടെ സാധാരണ നാടോടി ജീവിതത്തിലുണ്ട്. തിയേറ്റർ മാത്രമല്ല, പെർഫോമൻസ് മാത്രമല്ല, സാധാരണ നമ്മുടെ വീടുകളിലെ ജീവിതം, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇരിക്കുന്ന രീതി എന്നൊക്കെ ഒരു ഫോക്ക് ലൈഫ്, ഫോക്ക് കൾച്ചർ, ഫോക്ക് മ്യൂസിക്, ഇങ്ങനെ
അതുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാനത് കുറച്ചുകൂടെ ഈ ക്ലാസിക്കൽ തിയേറ്ററിനൊപ്പം തന്നെ അതുകൂടെ ചേർത്ത് വെച്ച് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇത് അഞ്ജന പറഞ്ഞ പോലെ ഇതിനൊരു അർത്ഥം വരുന്നത് ഇറ്റ്സ് അബൌട്ട് ദ വേൾഡ്. ലോകത്തെക്കുറിച്ചിട്ടാണ്, ലോകരെക്കുറിച്ചിട്ടാണ്, ലോകർക്ക് വേണ്ടിയാണ്, ലോകരെ പറ്റിയാണ്, ഫോർ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ ഇറ്റ്സ് അബൌട്ട് ദ വേൾഡിലെയാണ്. സോ യു ഡിൻ ആക്ച്വലി കെമിസ്ട്രി പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പാരലലി ബട്ട് യു ടേൺഡ് ഔട്ട് ടു ബി എൻ അക്കാഡമീഷ്യൻ. ഐ ഹവ് ഹേർഡ് ലൈക്ക് യു ഹാവ് ടേക്കൺ ക്ലാസ്സസ് ഇൻ പ്ലേസസ് ലൈക്ക് NST സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒക്കെ ക്ലാസ്സസ് എടുക്കുന്ന രീതിയിലേക്ക് ഒരു അക്കാഡമീഷ്യനായി, അതേപോലെ ഒരു ഡ്രമറ്റോജി ആയി, ഒരു ഓത്തറായി, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ബുക്ക് എഴുതി. സോ ആ ഒരു ഏരിയ എങ്ങനെയാണ്? ബേസിക്കലി യു ഹാവ് ഇൻ ഡൺ എനി, യു ആർ ലൈക്ക് എ കണ്ടിന്യൂസ് ലേണിംഗ് തിയേറ്ററീഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ. അത് എങ്ങനെയാണ് അത് അങ്ങനെ വന്നത്? അല്ല, ഞാൻ ഈ സമയത്ത് നാടകങ്ങൾ ചെയ്യുന്ന ഒപ്പം തന്നെ ധാരാളം വായിക്കുമായിരുന്നു. ഇപ്പം ആളുകളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വായിക്കുക, പഠിക്കുക. ഇപ്പം ആദ്യകാലത്തൊക്കെ സ്കൂൾ ഡ്രാമയിൽ പഠിക്കുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. ഇപ്പോൾ ശങ്കരപ്പിള്ള സാർ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ഒരു കാർഡ് അയക്കും, ഇന്ന ദിവസം പ്രൊഡക്ഷൻ ഉണ്ട്, കാണാൻ പോകും, അവിടെ സംസാരിക്കും, അവരോട് സംസാരിക്കും. അവിടെ ഇപ്പം വർക്ക്ഷോപ്പൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ പോയി ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബെൻസിക്കാവുൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അല്ലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ചിട്ട് മെറ്റ് സ്കൂൾ ഓഫ് ഡ്രാമ ഫസ്റ്റ്, യെസ് യു ബട്ട് നെവർ കെയിം ടു ദ ക്ലാസ്, യു ആർ വാച്ചിങ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ പുള്ളി വിചാരിച്ചത് ഞാൻ ക്ലാസ്സിൽ കയറാതെ പുറത്തിരിക്കുന്ന ഒരാളാണ്, സ്കൂളിൽ പഠിക്കുന്ന ആളെന്ന് വിചാരിച്ചു. അപ്പോൾ നോ ഐ വാസ് ജസ്റ്റ് വിസിറ്റിംഗ്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാനിതിങ്ങനെ ഒരു തരത്തിൽ ഇതിങ്ങനെ കണ്ട് വായിക്കുന്നുണ്ട്, പക്ഷെ വായിച്ച് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് MG യൂണിവേഴ്സിറ്റിയിൽ നരേന്ദ്ര പ്രസാദ് സാറ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഒരു ചാർജിൽ വരികയും അവിടെ റിസർച്ച് ആരംഭിക്കുന്നു തിയേറ്ററിൽ. എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു, ഇവിടെ നമ്മളെ റിസർച്ച് തുടങ്ങുക കേട്ടോ, നമ്മൾ ഞാനാ സാർ റിസർച്ച് ചെയ്യുന്നത്, നീയൊക്കെ എന്നൊക്കെ പുള്ളി ഉടനെ പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിൻ്റെ കൂടെ ഒരു PhD ജോയിൻ ചെയ്തു. കലാമണ്ഡലത്തിൽ വെച്ചിട്ടാണല്ലോ അത് പിന്നെ കംപ്ലീറ്റ് അത് സാർ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സിനിമയിലേക്ക് പോയപ്പോഴത്തേക്കും ഈ ഒരു പുള്ളി നീ വേണ്ട ഹെൽപ്പ് ചെയ്യണ്ട, പുള്ളി ചെയ്തിട്ട് നിർത്തിയ ആളാണ്, നീ ചെയ്യൊന്നും വേണ്ട, അവർ ഓണർ ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞ് സാറ് വിട്ടുകളഞ്ഞു. പിന്നെ കലാമണ്ഡലത്തിൽ തുടങ്ങിയപ്പോൾ പോലീസ് സാർ പറഞ്ഞു അത് ഏതാണ്ട് തീരാറായതാണ്, അവിടെ വെച്ചങ്ങ് തീർക്കത്. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടത് ഇപ്പോൾ ഒരു തരത്തിൽ അക്കാഡമിക് വർക്ക് അങ്ങനെ നടന്നു. അപ്പോൾ ഈ ഒത്തിരി കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ നരേന്ദ്രപ്രസാദുമായിട്ടുള്ള വർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ടോക്കുകൾ കേൾക്കുക, വായിക്കുക, കാണുക, അയ്യപ്പണിക്കരൻ്റെ ചില ടോക്കുകൾ, ദേവമാഷ ചില കാര്യം പറയുന്നത്, അപ്പം ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത്, പിന്നെ നാഷണലിൽ വരുന്നത്. പിന്നെ ഒരു ലെവലായപ്പോഴത്തേക്കും ലോകധർമ്മി ഒരു എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്കകത്ത് തന്നെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ദേ യൂസ് ടു ജസ്റ്റ് മെയിൽ യു, ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്, സോ ക്യാൻ വി മീറ്റ്. ഉടനെ ഞാൻ പറയും പിന്നെ ഇങ്ങോട്ട് പോരെ കാണാറുണ്ട്, അവർ വരിക, അവരോട് എക്സ്ചേഞ്ച് ചെയ്യുക, അവരോട് വർക്ക്ഷോപ്പ് ചെയ്യുക, അവരെ കൊണ്ട് വർക്ക്ഷോപ്പ് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് വിത്ത് ലോട്ട് ഓഫ് തിയേറ്റർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് എന്താ പറയുക നേഷൻസ്, ഇന്ത്യയിൽ തന്നെ മാസ്റ്റേഴ്സൊക്കെ ആയിട്ട് കാണുക, അവരോട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ആ കാലത്ത് തന്നെ ആളുകളിങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ എഴുതിക്കൂടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഫസ്റ്റിൽ ഐ തിങ്ക് ഐ റോട്ട് എ പേപ്പർ, സീരിയസ് പേപ്പർ ഇൻ 93. മൈസൂരിൽ വെച്ച് നടന്നൊരു ഇൻ്റർനാഷണൽ സെമിനാറിനാണ്. അത് ധ്വനിയാലോക എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജേർണലിൽ അത് പബ്ലിഷ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ അവിടെ മുതൽ ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. ഈ പുസ്തകം ഇപ്പം പുസ്തകം ഇത് എൻ്റെ 5ാമത്തെ 6ാമത്തെ പുസ്തകമാണ്. കോവിഡിൻ്റെ ടൈമിൽ കുറേ അക്കാഡമിക് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഒരു ലോകധർമ്മി തിയേറ്റർ ടോക്ക് സീരീസുമുണ്ട്. ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ഏതെങ്കിലും ഒരു ഏരിയയെക്കുറിച്ച് ഒരു 1-1.5 മണിക്കൂർ സംസാരിക്കുക, അതിന് ശേഷം ആളുകൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻ 2-2.5-3 മണിക്കൂർ വരെ പോവുകയും ചെയ്യുന്ന ബെൻസിക്കൗളാണ് ഒരു കാഷ്വലായിട്ട് ഐഡിയ പറഞ്ഞ് തുടങ്ങിയത്. ഫസ്റ്റ് ടോക്ക് ബെൻസിക്കൗളിൻ്റെതാണ്. ലാസ്റ്റ് തീർക്കുന്ന റിച്ചാർഡ് ഷെഗ്നർ എന്ന് പറയുന്ന ഷെഗ്നറാണെന്ന് ലാസ്റ്റ് ചെയ്യുന്നത്. ഹിയർസ് ദ കൺക്ലൂഡിങ് ടോക്ക്. 48 ടോക്കുണ്ട്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ഫീൽ ലൈക്ക് യു വെരി ബ്ലെസ്ഡ് ദാറ്റ് യു ആർ ഏബിൾ ടു ഇൻട്രാക്ട് വിത്ത് സോ മെനി വെറ്ററൻസ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും കേരളം ഇപ്പോൾ ഒരുപാട് മാറി. നമുക്കിപ്പോൾ ഒരു തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കിട്ടാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു തിയേറ്റർ കാണാൻ വേണ്ടി ആളുകൾ വരുന്നത് ടിക്കറ്റഡ് സ്പേസസിലേക്ക്, അത് ഇപ്പോൾ ഇറ്റ് ഷുഡ് നീഡ് സം സെലിബ്രിറ്റി ഫിഗർ എന്നൊക്കെ പറയുന്ന ഒരു സെനാറിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടംപററി സ്പേസിൽ
എങ്ങനെയാ തിയേറ്ററിൻ്റെ ഒരു സിറ്റുവേഷൻ ഇൻ കേരള? അഞ്ജലി പറഞ്ഞത് ശരിയാണ്. ഒരു 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 പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പെർഫോമൻസിനകത്ത്. തിയേറ്ററിൻ്റെ ക്വാളിറ്റിയിലല്ല. കേരളത്തിൻ്റെ നാടകം ഒരു ലുക്കിട്ട് നമുക്ക് മോഡേൺ തിയേറ്റർ എന്ന് പറഞ്ഞു വരുമ്പോൾ സ്റ്റാർട്ട്സ് ഫ്രം ദ 70s മുതൽ ഇപ്പോൾ കവാലമൊക്കെ ചെയ്യുന്ന പോലെ ശങ്കരപ്പിള്ള സാറിൻ്റെ വർക്ക് പോലെ ജോസ് ചെറുമേൽ പിന്നീടും പി ബാലചന്ദ്രൻ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ നാടകം ചെയ്ത് വരുന്നു. ഞങ്ങളൊക്കെ നാടകം ചെയ്യുന്നു. എൻ്റെ കൂടെ എൻ്റെ കണ്ടംപററീസ് കുറേ അധികം പേരുണ്ട് നല്ല വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് 2005 അതിനൊക്കെ മുമ്പ് വരെയുള്ള വ്യത്യാസം ഉണ്ടായിരുന്നത് ഈ നാടകം ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാനുള്ള സ്പേസസ് ധാരാളം ഉണ്ടായിരുന്നു. കാരണം അത് ഗ്രാമങ്ങളിൽ വിശ്വസിക്കാൻ പറ്റില്ല, വളരെ ചെറിയ സ്ഥലങ്ങളിൽ ഒരു ലൈബ്രറിയുടെ വാർഷികമാകാം, അല്ലെങ്കിൽ ഓണാഘോഷം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് നാടകങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക, അത് കളിപ്പിക്കുക. അപ്പോൾ അവർക്കൊണ്ട് അഫോർഡ് ചെയ്യാവുന്ന പൈസ വരും. നമ്മൾ ഇവിടുന്ന് പോയി അവിടെ കളിച്ചിട്ട് തിരിച്ചു വരും. സോ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യാൻ അവരവിടെ നിന്ന് നാട്ടിൽ നിന്ന് കുറച്ച് കളക്ഷനൊക്കെ എടുത്തിട്ടൊക്കെയാണ് നടത്തുന്നത്. പക്ഷെ നമുക്ക് പെർഫോമൻസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു സ്പേസ് ഒന്നുമല്ല. ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള പുറനാടിൽ നിന്നുള്ള പിള്ളേർ റബ്ബർ തോട്ടത്തിൽ കളിച്ചിട്ടുണ്ട്, അവിടെ കടപ്പുറത്ത് കളിച്ചിട്ടുണ്ട്. എവിടെയും ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്ത് കളിക്കേണ്ടി വരും. അത് അങ്ങനെ നമ്മൾ ചെയ്യുകയും ചെയ്യായിരുന്നു. പക്ഷേ അതിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ നാടകത്തിൻ്റെ നേച്ചർ വെച്ച് മാറി, കുറച്ചൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ട് മാറി. നമുക്കൊരു സേഫായിട്ടുള്ള ലൈറ്റിംഗ് ഗ്രിഡും അതും ഇതുമൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ പെർഫോമൻസ് പോകുള്ളൂ. അതൊരു പക്ഷേ ഇറ്റ്ഫോക്കും അതൊക്കെ വന്ന് കണ്ടപ്പോൾ നമ്മളൊരു വേൾഡ് തിയേറ്റർ വരുമ്പോഴത്തേക്കും ഇത് കുറച്ചൊരു പ്രൊഫഷണലിസം ഇതിനകത്ത് വരികയും പ്രൊജക്ഷൻസും മൾട്ടിമീഡിയയും വോയിസും എൻ്റെ ഒരു കുറച്ച് റിഫൈൻഡായി. അപ്പോൾ അതിന് ഒരു റിഫൈൻഡായപ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് വേണം. രണ്ട്, ഇത് കൂടുതൽ കോസ്റ്റ്ലി ആയി. ഇതിൻ്റെ റെൻ്റൊക്കെ ഭയങ്കര കൂടുതലായി, ലൈറ്റ്സിൻ്റെ ഒക്കെ കോസ്റ്റ്ലി ആയി. 3, ഇത് ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ കോസ്റ്റ്ലി അല്ലേ പോലും, പഴയ പോലെ നാടൻ ചെയ്താൽ പോലും എന്തില്ല, അത്രയും വായനശാലൊന്നും ഇല്ലല്ലോ, വായനശാലൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്പേസസ് കുറഞ്ഞു. ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിയേറ്റർ ചെയ്യുന്ന ഗ്രൂപ്പുകൾ തന്നെ എന്ത് ചെയ്യണം, ഈ സ്പേസ് ഉണ്ടാക്കണം, പെർഫോമൻസ് സ്പേസുകൾ ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കണം. മറ്റേ എല്ലാ സ്കൂളിലൊക്കെ ചെയ്യായിരുന്നു. അതിൻ്റെ ഫണ്ട് ഉണ്ടാക്കണം, പെർഫോമൻസ് ഉണ്ടാക്കണം. നമ്മൾ തന്നെ ഓർഗനൈസ്, നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവിടെ ഒരു ടിക്കറ്റ് ഷോ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു അങ്ങനെ ചെറുപ്പക്കാർ ധാരാളം ചെയ്ത് തുടങ്ങി, ധാരാളം പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ തൃശ്ശൂരൊക്കെ കുറേ കഴിഞ്ഞ ഒരു ആഴ്ച മുഴുവൻ, ഒരാഴ്ച ഈ മാസം മുഴുവൻ 3-4 നാടകങ്ങൾ ടിക്കറ്റ് എടുത്ത് പല ആൾക്കാർ ചെയ്തു. എല്ലാം കാണാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഈ പെർഫോമൻസ് സപ്പോർട്ട് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എനിക്ക് തോന്നുന്നത് നമ്മുടെ സൊസൈറ്റി കണ്ടെന്നൊരു സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ്. പണ്ടൊക്കെ കുറച്ചുകൂടെ നമ്മൾ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് അല്ല, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഇപ്പം ഒരു സോഷ്യൽ ബീയിങ് അല്ല ഇപ്പോൾ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. മറ്റൊരു കളക്റ്റീവ് ഉണ്ടായിരുന്നു എപ്പോഴും. ചെറുപ്പക്കാരാണ് ഇപ്പം, പെൺകുട്ടികൾ വീട്ടിലിരിക്കത്തേ ഉള്ളൂ, ഒരു നിർത്തിയില്ല. ആണുങ്ങളെങ്കിലും പുറത്തേക്ക് പോവുകയും തമ്മിൽ കാണുകയും നമുക്ക് എന്താ ചെയ്യാം, പന്ത് കളിക്കാം, അല്ലെങ്കിൽ അത് കളിക്കാം, വോളിബോൾ കളിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ക്ലബ്ബ് ഉണ്ടാക്കാം, അവിടെ നിന്ന് ക്യാരംസ് കളിക്കാം, ചീട്ട് കളിക്കാം. അപ്പോൾ ഇതിനെ ഒത്തിരി സംസാരങ്ങളും തർക്കങ്ങളും കുറച്ച് രാഷ്ട്രീയവും കുറച്ച് അതും ഇതൊക്കെ പറയുകയും സാഹിത്യവും, എന്നാൽ നമുക്കൊരു നാടകം കളിക്കാം. അപ്പോൾ വേറെ നമ്മൾ കളിച്ചാൽ ശരിയാവുന്നില്ല, ശരിയാവും, പക്ഷെ നല്ലൊരു പ്ലേ ഉണ്ട് അവിടെ, അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം, അത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് വാസലിപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ ഉള്ളതെല്ലാം വളരെ ക്ലോസ് 2-3-4 പേര്, അവർ വീടിനകത്ത് ഈ ഗാഡ്ജറ്റ്സ് അങ്ങനെ വന്നു. അപ്പോൾ ആ ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മുടെ ഒരു സോഷ്യൽ ഔട്ട് ബീയിങ് മാറിയിട്ട് കുറച്ചുകൂടെ മൈക്രോ ഇൻഡിവിജ്വൽ ആയിട്ട് മാറിയപ്പോൾ ഇത്തരം സോഷ്യൽ ഗ്യാതറിങ്സ് ഇല്ലാതെ വരുന്നു. ഇതിൽ ഈ ഒരു അവസരത്തിൽ നാടകത്തിന് എങ്ങനെ ഇടപെടാൻ പറ്റും? നാടകത്തിനകത്ത് ഇടപെടാൻ പറ്റില്ല. ഇപ്പം ഒന്ന്, ഇത് നാടകങ്ങൾ കളിക്കുക, കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നാടകം കളിച്ചു കഴിഞ്ഞാൽ കാണാൻ ആളുണ്ട്. ഇപ്പോൾ സ്ത്രീ തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ ഇവിടെ നടത്തിയപ്പോൾ അത് ഒരു പുതിയ ഞങ്ങൾ ചെയ്തൊരു ഇൻ്റർവെൻഷൻ ആയിരുന്നത്. അത് 3 സ്ഥലങ്ങൾ, സിറ്റി മാത്രമല്ല, നമ്മൾ ഗ്രാമങ്ങളിലൂടെ അത് ഏർപ്പാടായിരുന്നു. തെരുവരങ്ങ ഒരുപാട് ആളുകൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉള്ള ഗ്രൂപ്പുകൾ, എത്രയോ ഗ്രൂപ്പുകൾ അവസാനം ഞങ്ങൾക്ക് വരണം, റെക്കമെൻഡേഷൻസ് വരാൻ തുടങ്ങി. ഞങ്ങളെ എടുക്കണം, വഴക്കായി തുടങ്ങി, നിങ്ങൾ എന്ത് എടുക്കാഞ്ഞേ. സോ പെർഫോം ചെയ്യാൻ ആളുകൾക്ക് ധാരാളം ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായി. പക്ഷേ അതിൻ്റെ പിന്നിലൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടായിരുന്നു.
ഇപ്പോൾ എസ് രമേശിനെ പോലുള്ള ആൾക്കാർ, ഇപ്പോൾ അന്ന് പി ജി ആന്റണി ഫൗണ്ടേഷൻ, അവരൊക്കെ കൂടി ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ആണ് അവിടെ സപ്പോർട്ട് ചെയ്തത്. ഈ മൂവ്മെൻറ്റ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും കളക്റ്റീവ് എഫേർട്ടും തിയേറ്ററിൽ ഇല്ലാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടോ? അത് ഉണ്ടാവുന്നുണ്ട്, ഒരു പരിധി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സും, ഞാനും എൻ്റെ ഗ്രൂപ്പും അവരും അവരുടെ ഗ്രൂപ്പും എന്നുള്ളതാണ്. കുറച്ചുകൂടെ കൊളാബറേഷൻസ് പഴയ ലെവലിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ ഭയങ്കര ഇഷ്ടവും സ്നേഹമാണ്. ഞങ്ങൾ തന്നെ അഫോർഡ് ചെയ്യാവുന്ന ആൾക്കാരെ വിളിച്ചിവിടെ കളിപ്പിക്കും, നമ്മളെ വിളിച്ച് അവർ കളിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, വർക്ക്ഷോപ്പ് ചെയ്യും, ഇൻട്രാക്ഷൻസും ആക്ടിവിറ്റീസൊക്കെ നമ്മളുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറമെ നിൽക്കേണ്ട നെക്സ്റ്റ് ഗ്രൂപ്പുണ്ട്. ഒരു തിയേറ്റർ ഗ്രൂപ്പിന് ചുറ്റും ഉണ്ടാകേണ്ട വേറൊരു സമൂഹമുണ്ട്. അതാണ് ഇല്ലാതെ പോയത്. ഇപ്പോൾ നാടകക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാടകം ചെയ്യുന്ന ആസ്വാദകരല്ല, അവരുടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഗ്രാമവേദിയുടെ കാര്യം പറഞ്ഞു. ഗ്രാമവേദി പരമ്പുകാട് ഞാൻ 86 ആദ്യം അടഞ്ഞ് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഐലൻഡിലെ ചെറുപ്പക്കാരാണ്, പനമ്പുകാട് ഐലൻഡിലെ. അവർ ഒരു വീടിൻ്റെ ചേർന്നൊരു തെങ്ങിൻ്റെ അവിടെയാണ് അതിനെ കെട്ടിയിട്ട് അവിടെ നാടകം ചെയ്യുന്നത്. പക്ഷേ ആ ചുറ്റുവട്ടത്തുള്ള കാരണന്മാരും ആളുകളെല്ലാം അത് കാണാണ്ടിരിക്കും. ഇവർ രാത്രി 2-3 വരെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അവർ ചില അഭിപ്രായം പറയും, എടാ അവനോട് എന്താണ് നീ കാണിക്കുന്നത്, സാറ് പറഞ്ഞ് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ കയറി ഇടപെടുക. ഇവർ ഭക്ഷണം കൊണ്ടുത്തരിക, കടിഞ്ഞ ചായ കൊണ്ടുത്തരിക. ഇത് ഫസ്റ്റ് ഷോ അവിടെ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ അത് സപ്പോർട്ട് ചെയ്യുക. ഇതിനെ ചുറ്റുവട്ടം നിൽക്കുന്ന ഒരു സെക്കൻഡ് ലെയറോ തേർഡ് ലെയറോ ഒക്കെ ഉണ്ട്. ഈ സെക്കൻഡ് ലെയറും തേർഡ് ലെയറുമാണ് ഇല്ലാതായി പോയത്. ഇപ്പോൾ അത് വളരെ ചുരുക്കം ആളുകളുടെ ഒരു ഇടപാടായി. മറ്റേത് ഒരു ഉത്തരവാദിത്വമില്ല, നമ്മൾ കാണാൻ വരും, നമ്മൾ കാണാൻ പറ്റി കൊള്ളാം, നന്നായിരിക്കുന്നു, പോരാ കേട്ടോ എന്നൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും. ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ടൊരു ഞാൻ കണ്ടിട്ട തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറിപ്പ് എഴുതും. ഇതിനപ്പുറത്തേക്ക് ഫിസിക്കലി ഇതിൻ്റെ ചുറ്റും കൂടി നിൽക്കാനുള്ള ആളുകളുടെ എണ്ണമാണ് കുറയുന്നത്. ഇപ്പോൾ ലോകത്തിലേക്ക് കുറച്ചൊരു ആളുകളുണ്ട്, അതാണ് നമ്മുടെ ഒരു അതുകൊണ്ടാണ് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി ആക്ടറും ഡയറക്ടറും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റിന് നിൽക്കാൻ ഒരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളുടെയും പിന്നിലൊരു വില്ലേജോ ഒരു ഗ്രാമമോ ഒരു കൂട്ടം ആളുകളോ ഒരു വായനശാലയോ അങ്ങനെ ഒരു ഇതുണ്ട്. ലോകധർമ്മിയിൽ തന്നെ യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് അഡാപ്റ്റേഷൻ, ഷേക്സ്പിയറിയൻ അഡാപ്റ്റേഷൻ ഒക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ക്ലിയോപാട്ര ആയിരുന്നു, അതിന് മുന്നേ കാളി അല്ലേ സജിത മഠത്തിലുമായിട്ട് ചെയ്ത. അപ്പോൾ ആ റീസെൻറ്റ് വർക്കുകൾ എന്നോടൊന്നും പറയുമോ? ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് കണ്ട കുറേ യൂട്യൂബിൽ ഏറ്റവും അവസാനം ചെയ്ത വർക്ക് ആഗ്ലയും ക്ലിയോപാട്രയും എന്നുള്ള പ്ലേയുടെ റീപ്രൊഡക്ഷനാണ്. അത് 2014 ആണ് മലയാളത്തിൽ ചെയ്തത്. പൂജയാണ് അന്ന് ചെയ്തത്. ഇപ്പോൾ പൂജാമോഹൻ ചെയ്തത്. ഇപ്പോൾ ആര്യയാണ് ചെയ്തത്. അത് ഞാൻ ചെയ്തത് ലിത്വാനിയയിലൊരു ലീന എന്ന് പറയുന്ന ലീന ജങ്കോവ്സ്കി കൊണ്ടൊരു അസാമാന്യ ആക്ട്രസുമായിട്ടാണത് ഒരു ലിത്വാനിയൻ ലാംഗ്വേജിലാണ് ചെയ്തത്. അതിന് ശേഷം അത് കൊള്ളാമല്ലോ എന്ന് കരുതിയാണ് മലയാളത്തിലേക്ക് ഇപ്പോൾ പൂജയ്ക്ക് ചെയ്യണമെന്നിങ്ങനെ ആഗ്രഹം പറഞ്ഞ പൂജ കൊണ്ട് ചെയ്തു. പിന്നെ അത് അവിടെ പെട്ടുപോയി. ഇനിയിപ്പോൾ അത് വീണ്ടും ഈ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഈ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിൻ്റെ മൂവബിലിറ്റി എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്ന മറ്റു തവണയെല്ലാം കണ്ടോൻ ആളുകളുണ്ട്. ഒരു 10-20 പേരൊക്കെ പോയാലേ ഒരു പെർഫോമൻസ് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണൊരു 4-5 പേര് പോയി കഴിഞ്ഞാൽ പ്ലേ നടക്കും. അപ്പോൾ കുറച്ചുകൂടെ ഇപ്പോഴത്തെ കാലത്ത് ഈ മനസ്സിലാക്കിയിട്ട് ട്രാൻസ്പോർട്ടബിൾ ആയിട്ടുള്ള എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ തരത്തിലാണ് ചില ക്വാളിറ്റീസ് ഉണ്ട് ആ പ്ലേക്ക്. അപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്തതാണ് അവസാനം ചെയ്തത്. അവസാനം ചെയ്ത പ്ലേ അതല്ല. അവസാനം ഞാൻ ചെയ്തത് വാരണാസിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡൻസിൻ്റെ ഫൈനൽ പ്രൊഡക്ഷനാണ്. അത് സ്വപ്നവാസവത്വം എന്നുള്ള നാടകമാണ്. ഭാസൻ്റെ സ്വപ്നവാസവത്വത്തിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. അത് ഹിന്ദിയിൽ ജസ്റ്റ് കഴിഞ്ഞ മാർച്ചിലാണ് എൻ്റെ പെർഫോമൻസ് ഉണ്ടായത്. വാരണാസിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഈ അഡാപ്റ്റേഷൻസ് ചെയ്യുമ്പോൾ ഡു യു തിങ്ക് യു ക്യാൻ റീച്ച് വൈഡർ ഓഡിയൻസ്? അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ യു ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലാംഗ്വേജ്, ദ കൾച്ചർ ഓർ ദ റീജിയണൽ ഏരിയ, അങ്ങനെ ഒരു കുറച്ചും കൂടി വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്ന പോലെ? ഓഫ്കോഴ്സ് അങ്ങനെ എത്താൻ പറ്റും. പക്ഷേ കാരണമുണ്ട്. നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഏത് പ്ലേ ആണെങ്കിലും, ഇപ്പം ഷേക്സ്പിയർ ആവട്ടെ, ഭാസനാവട്ടെ, അല്ലെങ്കിൽ ആരെഴുതാവട്ടെ, അത് ഒരു കാലത്ത് ഒരു സമയത്ത് ഒരു സൊസൈറ്റിയുടെ ഒരു പർട്ടിക്കുലർ അവസ്ഥയിൽ എഴുതിയ നാടകമാണ്. ഇപ്പം സ്വപ്നവാസവത്വം BC ഏതോ കാലഘട്ടത്തിൽ പുള്ളി അന്നത്തെ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിലെ പ്രത്യേകിച്ച് അപ്പർ ക്ലാസ് ഒരു എലീറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു പ്ലേ ആണ്. ഇന്ന് നമ്മുടെ കാലം മാറിയിരിക്കുന്നു. പക്ഷേ ഈ പ്ലേകളെല്ലാം ക്ലാസിക്കലെ കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ കാലത്തെ ആൾക്കാരോടും പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒന്ന് വാട്ട് ഈസ് ദ ഫോക്കസ് തീം എന്നുള്ള കാര്യമാണ്.
അപ്പോൾ നമ്മൾ ആ സ്റ്റോറി ഏതാണ്ട് നിൽക്കുമ്പോൾ അത് പെർഫോമൻസ് വഴി ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, സോ വാട്ട് ക്യാൻ യു ഡു വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. അതാണ് ഹൗ ഡു ലുക്ക് അറ്റ് ദ ചേഞ്ചിങ് സെൻസിബിലിറ്റീസ്. അത് തീർച്ചയായിട്ടും ഞാൻ ഇന്നത്തെ കാലത്ത് സെൻസിബിലിറ്റി നിന്നിട്ടാണ് ഞാനിത് അഡാപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം, ശാകുന്തളം. അപ്പോൾ ശാകുന്തളം ഞാൻ ചെയ്തത് ഡൽഹി നാഷണൽ സ്കൂൾ ഡ്രാമയിലെ സ്റ്റുഡൻസ് വേണ്ടി ആദ്യം ചെയ്യുന്നത്, ഹിന്ദിയിൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് അത് മലയാളത്തിൽ ദിവ്യ ഗോപിനാഥ് ശകുന്തളായിട്ട് അഭിനയിച്ചുകൊണ്ട് ശാകുന്തളം ഒരു നായാട്ട് കഥ. ശാകുന്തളം ഒരു നായാട്ട് കഥ എന്നാണ് മലയാളത്തിൽ എൻ്റെ പേരിട്ടിരുന്നത്. അപ്പോൾ ശാകുന്തളം ചെയ്യാൻ ക്ലാസിക്കൽ പ്ലേയുടെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ് NSDയിലെ സെക്കൻഡറി സ്റ്റുഡൻസിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ കൂടുതലുണ്ട് അവിടെ, ആണുങ്ങളെക്കാൾ കൂടുതൽ ആ ഗ്രൂപ്പിൽ. അപ്പോൾ ഒരു ഫിമെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് വേണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് കൂടുതൽ സ്ത്രീകൾ അഭിനയിക്കാൻ ചാൻസ് ഉള്ള ഒന്ന് ശാകുന്തളമാണ്. അതിനകത്ത് ഓൾറെഡി 4 പേരുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പിനെയൊക്കെ ചേർത്ത് എങ്ങനെ ആക്കാം. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റിലും കുട്ടികളൊക്കെ മീറ്റ് ചെയ്ത് ഞാൻ മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലേ ശാകുന്തളം എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും ഇങ്ങനെ ഡെസ്പായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരും വളരെ ഇതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, വൈ ഷുഡ് വി ഡു ശാകുന്തളം ടുഡേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയോട് തിരിച്ചു ചോദിച്ചാൽ, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ വി വാണ്ട് ടു ആസ്ക്, വൈ ഷുഡ് വി ഡു ഇറ്റ് അഗെയിൻ. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ഇപ്പം നിങ്ങൾ ശാകുന്തളത്തെ വായിക്കുമ്പോൾ അവർ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് പഠിച്ചതാണ്. സോ വാട്ട് യു തിങ്ക് ഓഫ് ദി പ്ലേ? ഉടനെ ഒരു പെൺകുട്ടി പറഞ്ഞു, ഇറ്റ്സ് എബൌട്ട് ശകുന്തള ബീയിങ് ചീറ്റഡ്. ദുഷ്യന്തൻ പറഞ്ഞു പറ്റിച്ച കഥയാണ്. ഓക്കെ, ഒന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സോ ഇറ്റ്സ് അബൌട്ട് ഇൻജസ്റ്റിസ് ദി ഫിമെയിൽ. അപ്പോൾ ഇന്നും നമുക്ക് ധാരാളം ശകുന്തളമാർ ഈ സ്റ്റോറിയുണ്ട്. അപ്പോൾ പണ്ട് ഒരുപക്ഷെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഡിവൈൻ, ഒരു പ്യുവർ ലവ്, അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു മോതിരം ഇങ്ങനെ മറന്നു പോകൽ, പിന്നെ അത് റീയൂണിറ്റ്, ആ ഒരു സ്റ്റോറി അല്ലാതെ നൗ ദി സ്റ്റോറി ബിക്കംസ് ദി ഹണ്ട് ഓഫ് എ ഫീമെയിൽ ബൈ എ മെയിൽ കിങ്. എസ്പെഷ്യലി ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു ട്രൈബൽ സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ദ സിറ്റി ദ കിങ് വരിക, അയാൾക്ക് പവറുണ്ട്, അയാൾക്ക് മെയിലാണ്. സോ ഇറ്റ്സ് അബൌട്ട് ഹണ്ടിങ്. സോ വി വിൽ ഹൈലൈറ്റ് ദാറ്റ് ആസ്പെക്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡു, ഇപ്പം ദുഷ്യന്തൻ ബിക്കംസ് പാർട്ട്ലി എ ലിറ്റിൽ ക്രൂക്കറ്റ്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് ദർ ആർ ലൈൻസ് റിട്ടൺ ബൈ കാളിദാസൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദുഷ്യന്തൻ്റെ അടുത്ത് ദുഷ്യന്തൻ ഇങ്ങനെ കൂടെ ഒരു വിദൂഷകനെ പോലെ ക്യാരക്ടറുണ്ട് ഇയാളുടെ ഫ്രണ്ടായിട്ട്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ കട്ടിൽ വന്നിട്ട് ഈ വേട്ടയാടാൻ വന്നിട്ട് തിരിച്ചു പോകുന്നില്ല, ഇയാൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും പറയും ഇങ്ങനെ, നീ ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട് ശകുന്തള എന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ പറയും, രാജാവ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. എക്സാക്ട് വേർഡ്സ് ഇങ്ങനെ എഴുതിയേക്കുന്നത് കാളിദാസൻ എഴുതിയിട്ടുണ്ട്. എഴുതിയേക്കുന്ന വാചകതാണ്, നാട്ടിലെ ഈ മധുരഫലങ്ങളെല്ലാം ഭുജിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു പുളി തിന്നാനുള്ള ആഗ്രഹത്തിലാണ്. നാട്ടിലെ കന്യകമാരെ എല്ലാം അനുഭവിച്ച ശേഷം നിങ്ങളിപ്പോൾ ഒരു കാട്ടുപെണ്ണിൻ്റെ പിന്നാലെയാണ്. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞ ഉത്തരം, അത് നീ അവളെ കാണാത്തതുകൊണ്ട് പറയുന്നതാണെന്നാണ്. സോ ദ ലൈൻ ഈസ് ദെയർ. സോ ഇതൊരു പെർഫോമൻസ് വഴി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഏത് ആസ്പെക്റ്റാണ് നമ്മൾ പ്ലേയിലേക്ക് മുമ്പോട്ട് കൊടുക്കുക. സോ ദെൻ ദ പ്രൊഡക്ഷൻ ബിക്കംസ് വെരി കണ്ടംപററി ബിക്കോസ് ഇറ്റ് ടച്ചസ് ദ കണ്ടംപററി സെൻസിബിലിറ്റി, കണ്ടംപററി ഇൻസിഡൻസ്. അവിടെ പ്രത്യേകിച്ച് വേറെ നിർഭയം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊണ്ട് ആവശ്യമില്ല. ആളുകൾ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, റീച്ച് ചെയ്യും. ശാകുന്തളം കണ്ടിട്ട് NSDയിലെ കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയോപാട്ര എങ്ങനെയാണ് ചെയ്യുന്നത്? ക്ലിയോപാട്രയുടെ ക്യാരക്ടറിന് ഇതേ പ്രശ്നമുണ്ട്. ഇപ്പോൾ ക്ലിയോപാട്രയെ കുറിച്ചിട്ടുള്ള ഒരു നമ്മുടെ ലോട്ട് ഓഫ് ഡിസ്കഷൻസ്, ഡിബേറ്റ്സ് അബൌട്ട് ക്ലിയോപാട്ര എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു രസമുള്ളൊരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ക്ലിയോപാട്ര വാസ് അട്രാക്റ്റിംഗ് മെനി മെൻ. ആൻ്റണി ആയിട്ട് പ്രണയത്തിലായിരുന്നു, അതിനു മുമ്പ് സീസറുമായിട്ട് പ്രണയത്തിലായിരുന്നു. സോ വാട്ട് ഈസ് ഹർ പ്രോബ്ലം? വൈ ഷീ ലവ്സ് സോ മെനി മെൻ ആൻഡ് ഷീ നോസ് ദ ആർട്ട് ഓഫ് ലവിങ്. അതിങ്ങനെ ആളുകളെ എങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടതെന്നും മുട്ട നിർത്തേണ്ടതെന്നും നമുക്കറിയാം. ഷീ ഈസ് വെരി. അപ്പോൾ നമ്മൾ രണ്ടാമത് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാവുന്നത്, ഈ മിക്കവാറും ഈ ആണുങ്ങളെല്ലാം ഈജിപ്തിനെ കീഴടക്കാൻ വേണ്ടി വന്ന ശത്രുക്കളാണ്. ഓക്കെ. ക്ലിയോപാട്ര വാസ് യൂസിങ് ഹെർസെൽഫ് ആസ് എ വെപ്പൺ ടു ഫൈറ്റ് ദി എനിമി. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർഫെയർ. അപ്പോൾ ഈ ആൻ്റണി ആണെങ്കിലും സീസറിനെ ആണെങ്കിലും
ഒക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഷീ കനോട്ട് മാച്ച് ദ ആർമി. കാരണം അവർ തോക്കും അതുമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള കുറച്ച് ഇൻ്റലിജൻസും കുറച്ചൊരു പുസ്തകങ്ങളും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു നേരിട്ടൊരു യുദ്ധത്തിൽ ക്ലിയോപാട്രയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ആൻഡ് ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് ഹെർ സെൽഫ്. സോ ഹൗ ഈജിപ്റ്റ് വാസ്, എന്താ പറയുക, നേരിട്ട് എങ്ങനെയാണ് ക്ലിയോപാട്രനെ പറയുന്നുണ്ട്, ഞാൻ ഈജിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, ഐ എം ഈജിപ്റ്റ്. ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഈജിപ്റ്റിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ റോമിൽ പോയി രാജ്ഞിയായിരിക്കുന്നതൊക്കെ എനിക്കിഷ്ടം ഈജിപ്റ്റിലെ ഏതെങ്കിലും ഓടയിൽ കിടന്ന് ചത്ത് ചീഞ്ഞളിയാനാണെന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഷി വാസ് യൂസിങ് ഹർ ബോഡി ആസ് എ വെപ്പൺ. So you mean like classics will always will have a new perspective when Yes. it's changing scenario and It depends on the time and the place. ഏത് കാലത്താണ് വായിക്കുന്നത്. 50 വർഷം നമ്മൾ വായിച്ചതാവില്ല ഇപ്പം നമ്മൾ വായിക്കുന്നത്. നമ്മൾ വായനക്കാരൻ്റെ ലൈഫും അവിടെ അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ടെമ്പസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ടെമ്പസ്റ്റ് ചെയ്യാൻ റെഡി ആകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു ഫ്രണ്ട്, ഒരു പ്രൊഫസർ ബെറ്റി ബെർണാഡ് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ വന്നു. അപ്പോൾ രമേശ് വർമ്മ ആണ് അത് പ്രോസ്പറോട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ബെറ്റിയോടൊന്നും പറഞ്ഞിട്ടില്ല, ഗോയിങ് ടു ഡു ടെമ്പസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ബെറ്റിയെ പരിചയപ്പെടുത്തി, ഇങ്ങനെ ദിസ് ഇസ് മൈ പ്രോസ്പെറോ. പുള്ളി ഒരിക്കൽ നോക്കിയിട്ട് യു കൊളോണിയലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു വൈ ഷുഡ് യു നോ, ഹൗ ഷുഡ് യു നോ, എങ്ങനെ മനസ്സിലായി ഞങ്ങളൊരു യു ആർ സ്പീക്കിംഗ് അബൌട്ട് കൊളോണിയലിസം ആൻഡ് വി ആർ ഗോയിങ് ടു മേക്ക് പ്രോസ്പെറോ എ കൊളോണിയലിസ്റ്റ്. ഇതാണ് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ, നമ്മുടെ വായന എന്നെങ്ങനെ മനസ്സിലായി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് വാട്ട് എൽസ് ക്യാൻ യു ഡു ആസ് ആൻ ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് വായിക്കുമ്പോൾ ഇതേ പറ്റുള്ളൂ. ഇതാവില്ല ലണ്ടനിൽ നിന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കക്കാരൻ വായിക്കുമ്പോൾ വേറെ രാജ്യത്ത് നിന്ന് വായിക്കുമ്പോൾ. സോ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയെ, നമ്മുടെ കണ്ടംപററി റിയാലിറ്റിയെ, നമ്മുടെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ, അതിൻ്റെ ഡൈനാമിക്സിനെയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ സെൻസിബിലിറ്റി ഉണ്ടാകുന്നത്, നമ്മുടെ അവയർനെസ് ഉണ്ടാകുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ലിറ്ററേച്ചറിനെ മനസ്സിലാക്കുന്നത്. എഴുത്തുകാരൻ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ള പ്രശ്നമല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ തമാശയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഷേക്സ്പിയർ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നോ, ഷേക്സ്പിയർ ഇങ്ങനെയാണ് ഉദ്ദേശം ചോദിച്ചപ്പോൾ ഒന്നും ഉത്തരം പറയാനില്ല. പ്രൊഫസറായിരുന്നു, കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നെക്സ്റ്റ് ടൈം ഷേക്സ്പിയറിനെ കാണുമ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പം ഇരുവട്ടം മണവാട്ടി അടുത്ത് കളിച്ചിരുന്നല്ലോ തൃപ്പൂണിത്തറ. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ ശരിക്കും നോക്കുന്ന സമയത്ത് ഓത്തറിനോട്, ഇപ്പോൾ രമേശ് വർമ്മ ഓത്തറിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് അതിൻ്റെ ഒരു എൻഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മളൊരു അഡാപ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഇല്ല, നമ്മൾ ഓതറിനെ ഒരിക്കലും റിജക്റ്റ് ചെയ്യാറില്ല. ഞാൻ സാറിന് ചെയ്യുമ്പോഴൊന്നും ഭയങ്കരമായിട്ട് ടെക്സ്റ്റിനെ മാറ്റമൊന്നുമില്ല, കുറച്ച് എഡിറ്റ് കളയും, പ്രധാനം വേണ്ടെന്ന് വയ്ക്കും. പക്ഷെ പെർഫോമൻസ് വഴിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഇതിൻ്റെ ഒരു മീനിങ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മിറാൻഡ ഫെർഡിനാൻഡ് പ്രേമം, ഇറ്റ്സ് എ മോസ്റ്റ് പ്യൂറസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പഠിപ്പിക്കുന്നതാണ് ടെമ്പസ്റ്റിനകത്ത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് കോമഡി ആയിട്ടാണ്, ഇതൊരു തമാശ കാണിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വി ആർ നോട്ട് ബോദർ അബൌട്ട് ദാറ്റ്. നമ്മുടെ പ്ലേയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് അതല്ല. സോ ഇറ്റ് ബിക്കംസ് ജസ്റ്റ് എ മാറ്റർ ഫോർ us ടു ലാഫ്. അവിടെ അത് ഭയങ്കര സീരിയസ് സംഗതിയാണ്. നമ്മൾ കാലിബൻ്റെയും ട്രിങ്കൂലുവിൻ്റെയും ഒക്കെ ഒരുപക്ഷെ ഷേക്സ്പിയർ കോമഡി ആയിട്ട് സാധനമാണ് വളരെ സീരിയസ് ആക്കുന്നത്. ഈ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നുള്ളൂ, ടെക്സ്റ്റ് നമ്മൾ മാറ്റുന്നില്ല. നമ്മൾ ഇദ്ദേഹം എഴുതിയേക്കുന്ന ടെക്സ്റ്റിനകത്തുള്ള ചില ലൈൻസ് എടുത്തിട്ട് നമ്മൾ ഇത് കാണണം, ഇത് നിങ്ങളൊന്ന് വായിക്കണം. ഇപ്പോൾ ലങ്കാലക്ഷ്മി ചെയ്യുമ്പോഴത്തേക്കും ആരും കാണാത്തൊരു സംഗതിയാണ്, മറ്റേ മണ്ഡോദരിയെ റേപ്പ് ചെയ്യുന്നുണ്ട്. ഇതാരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. മണ്ഡോദരി റേപ്പ് ചെയ്യുന്ന വഴിയാണ് അങ്കദൻ അല്ലെങ്കിൽ രാമൻ പറഞ്ഞു വിട്ട ഈ രാവണനെ തോക്കാനുള്ള കാരണം അതാണ്. രാവണൻ്റെ തപസ് മുടങ്ങിയില്ലെങ്കിൽ അയാൾ തോക്കില്ല. തപസ് മുടങ്ങണമെങ്കിൽ മണ്ഡോദരി റേപ്പ് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. അതിന് അങ്കദനെ പറഞ്ഞു വിട്ടത്. മണ്ഡോദരി പറയുന്നത് ബാലിയുടെ മകനെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണോ അദ്ദേഹം പറഞ്ഞു വിട്ടാൽ ചോദിക്കുന്നുണ്ട്, രാമൻ പറഞ്ഞു വിട്ടാൽ ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പക്ഷേ പ്ലേറൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ കാലത്തും ഓരോരുത്തർക്കും വേണ്ടുന്ന കാര്യമാണ് അതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. പണ്ട് ഓതർ ഈസ് ഡെഡ്, വായനക്കാരനാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ ലിറ്ററേച്ചർ തിയറി പറയുന്ന പോലെ തന്നെയാണ് കാര്യം. ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. കൂടിയാട്ടത്തിന് ക്ലാസിക്കൽ പദവി കിട്ടി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കഥകളിയുണ്ട്, ഇപ്പം നാടകത്തിനകത്ത് പെർഫോമൻസ് ആർട്സിനകത്ത് ഒരു ഇൻ്റഗ്രൽ റോള് പ്ലേ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് നാടകം. അപ്പോൾ ഹൗ ഡു യു ലുക്ക് അറ്റ് ലൈക്ക് ആർ യു ഗെറ്റിംഗ് തിയേറ്റർ സെനാരിയോയിൽ ഇനഫ് ജസ്റ്റിസ് കിട്ടുന്നുണ്ടോ, സ്പേസ് ഉണ്ടോ? ഈസ് ഇറ്റ് ഒരു
ചില സമയത്ത് സൈഡ് ലൈൻഡ് ആയി പോകുന്നുണ്ടോ? സൈഡ് ലൈനായി പോകുന്നില്ല. തിയേറ്ററിൻ്റെ ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി, കൂടിയാട്ടത്തിനോ ഇപ്പോൾ മുടിയേട്ടിന് കിട്ടിയിട്ടുണ്ട്. അത് യുനെസ്കോ ഒരു റെക്കഗ്നൈസ് എന്താ ടാഞ്ചിബിൾ ഹ്യൂമൻ കൾച്ചറിൻ്റെ ബാക്കി റെക്കഗ്നൈസ് ചെയ്യുന്നു. കുറേ ഫണ്ട് അതിന് കിട്ടുന്നു, കുറച്ച് അങ്ങ് കിട്ടുന്നു. പക്ഷേ അവരുടെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അവരിപ്പോഴും പെർഫോമൻസ് ചെയ്യുമ്പോൾ കാണാൻ ആൾക്കാരുള്ള ലിമിറ്റഡ് തന്നെയാണ്. അത് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ വരുന്നു, വിസിബിലിറ്റി വരുന്നു. കൂടിയാട്ടത്തിന് ഉണ്ടായിട്ടുണ്ട്, മുടിയേട്ടത്തിന് ഉണ്ടായിട്ടില്ല സെയിം ഇത് കിട്ടിയെങ്കിൽ പോലും. പക്ഷേ തിയേറ്റർ വാസ്തവത്തിൽ 1930s to 50s വരെ ഇവിടുത്തെ ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് ഫോം തിയേറ്ററായിരുന്നു. ആളുകൾ ടെൻ്റ് അടിച്ച് വന്ന് നാടകം കളിക്കുകയും ടിക്കറ്റ് എടുത്ത് നാടകം കാണുകയും അത് കഴിഞ്ഞ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെ ഒരു സിനിമ വന്നു തുടങ്ങിയപ്പോഴാണ് ഈ മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയിലേക്ക് മാറുന്നത്. പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള സംഗതി ഇവിടെ സംഗീത നാടകങ്ങളും തിയേറ്ററും തന്നെയായിരുന്നു. ഈവൻ ഇപ്പം കരുണ എന്നൊക്കെ ഉള്ള നാടകങ്ങൾ ചെയ്തൊക്കെ ടിക്കറ്റ് എടുത്താണ് കണ്ടിട്ടുള്ളത്. ഈവൻ അടുക്കളയിൽ ഇറങ്ങത്തേക്ക് നാടകം പോലും ടിക്കറ്റ് വെച്ചാൽ കളിച്ചത് 1930s. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറി, പ്രൊഫഷണൽ തിയേറ്റർ വന്നു. അതിൻ്റെ ഒരു പൊസിഷൻ പക്ഷേ സിനിമ കൊണ്ടുപോയി. ഒരു 80s നമ്മൾ ടി വിയിലേക്ക് അത് മാറി. പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് ടി വി ആയി. ഇപ്പോൾ തിയേറ്ററുകൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം പലതും അടച്ചടച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് ടി വി അല്ല, വേറെ ടി വി ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഈ റീലുകളും അതും ഇതായിട്ടുണ്ട്. അല്ല മാളിൽ പോകുന്ന സോഷ്യൽ മീഡിയ, OTT, മാള്. എന്തിനാണ് മാളിൽ പോകുന്നത്? ഇപ്പം സാധനം വാങ്ങിക്കാനൊന്നും അല്ല, സാധനം വാങ്ങിക്കും. അത് അതേ സാധനം അതിനൊക്കെ കുറഞ്ഞ വിലയ്ക്ക് തൊട്ടടുത്ത കടയിൽ നിന്ന് മേടിക്കാം. പക്ഷെ നമ്മൾ അവിടെ പോകുന്നത് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, എന്താ പറയുക, അതിൻ്റെ ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞ സാധനം. അവിടെ ഇങ്ങനെ കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യുന്നു, 2 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ്റെ സ്പേസ് ആയിട്ട് അത് മാറുന്നു. അതിങ്ങനെ ഓരോ കാലം കഴിയുമ്പോൾ ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ തിയേറ്ററിന് അത് തിരിച്ച് കിട്ടുമോ എന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ തിയേറ്ററിൻ്റെ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പണ്ട് ഈ പോപ്പുലർ തിയേറ്റർ ചെയ്തപ്പോഴാണ്, ഇപ്പോൾ ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ നാടകം ചെയ്യുമ്പോൾ ഒരു 1000 പേരൊക്കെ കാണാൻ വന്നാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ചെയ്യുന്ന നാടകങ്ങൾ കാണാൻ എനിക്കൊരു 250 പേരെ മതി എന്നാണ്. 500 പേരെ വന്നാൽ എനിക്ക് വിഷമമാവും. ഇവരെ ഞാൻ എങ്ങനെ ഇരുത്തി കാണിക്കും? സോ വി ക്യാൻ ഡു ദി നെക്സ്റ്റ് ഷോ എന്നല്ലേക്ക് മാറും. ഇപ്പോൾ തിയേറ്റർ പക്ഷേ ഇൻറ്റിമേറ്റ് കമ്മ്യൂണിക്കേഷൻ, തിയേറ്ററിനെ റീഡിഫൈൻ ചെയ്യുകയാണ്. ഈ പോപ്പുലർ മാസ് എൻ്റർടൈൻമെൻറ്റ് മാറിയിട്ട് കുറച്ചുകൂടെ ഡെപ്തിലുള്ള പേഴ്സണലായിട്ടുള്ള ഇൻറ്റിമേറ്റ് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ പെർഫോമൻസ് എല്ലാം. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഇപ്പോഴത്തെ ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകത്തെ പറ്റിയെല്ലാം പറയുന്നത്, മെയിൻ സ്ട്രീം തിയേറ്ററിനെ കുറിച്ചല്ല പറയാം. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ തിയേറ്റർ അത് ഇന്ത്യയിൽ മാത്രം, ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ, പല തിയേറ്ററിലും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 100 പേർക്കുള്ള തിയേറ്ററാണ്. 100 സീറ്റ്സ്, 99, നോട്ട് ഈവൻ 100, 99 ഹൗസ്ഫുൾ. കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാൾ തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് ദിസ് ഇസ് സംതിങ് എൽസ്. തിയേറ്റർ അങ്ങനെ ഇത് പറഞ്ഞു വരുമ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ നേരമായി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. നമ്മൾ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വൻ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ ലൈഫിലെ എല്ലാ ആസ്പെക്ട്സിലുണ്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ്, യു ഹാവ്, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് AIയുടെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഡിസൈനിങ്ങിലാണ്, ക്രിയേറ്റീവ് സ്പേസിൽ അത് വളരെയധികം ഇൻവോൾവ് ആണ്. അപ്പം നാടകവും AIയും എങ്ങനെ ആയിരിക്കും? നാടകത്തിന് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നാടകത്തിൻ്റെ ബാക്കി കാര്യങ്ങളിൽ ഇപ്പോൾ ഓർഗനൈസേഷൻ, ടിക്കറ്റിംഗ് ആൻഡ് ഹാൻഡ്സ് ഔട്ട് എഴുതുക, പ്രൊപ്പഗേഷൻ, ഇതിനൊക്കെ AI, ഒരുപക്ഷെ ഇവൻ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ AI ആൾ യൂസ് ചെയ്യും, പോസ്റ്റർ ചെയ്യാനൊക്കെ AI യൂസ് ചെയ്യുന്നു. പക്ഷെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹ്യൂമൻ. അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പം ഇടയ്ക്കുണ്ടായ സംഗതി മൾട്ടിമീഡിയ ആണ്. യു ആർ പ്രൊജക്റ്റിംഗ് വീഡിയോസ്, ഷൂട്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് പ്രൊജക്റ്റ് അതുമായിട്ട് കമ്പയർ ചെയ്ത് പോകുന്നു ധാരാളം. പെർഫോമൻസ് തന്നെ അപ്പോൾ തന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത്, ഇതൊക്കെ ബ്രോഡ്കാസ്റ്റ്, ഇതെല്ലാം ഉണ്ട്. അത്തരം ഇന്റർ ക്രോസ് സ്റ്റേജ് സെറ്റിങ്സ് ഒക്കെ മാറി അല്ലേ, ആംബിയൻസ് ചേഞ്ച്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നടന്നു. പക്ഷെ അവിടെയും നമ്മൾ പോയത് അവസാനം നോക്കുന്നത് ഹൗ വാസ് ദ ആക്ടർ എന്നാണ്. ആക്ടർ അവിടെ ലൈവായിട്ട് പെർഫോമൻസ്, അയാൾ അവിടെ നിന്ന് എന്താ ചെയ്തത്, ഇമേജ് എന്ത് ചെയ്യുന്നതല്ല, അയാൾ തന്നെ ഷൂട്ട് ചെയ്ത ഇമേജ് അത് സ്റ്റഡിയാണ്, ഫിലിം പോലെയാണ്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ പെർഫോമൻസ്, ലൈവ് ഹ്യൂമൻ പെർഫോമൻസ്, ലൈവ് പീപ്പിൾ വാച്ചിങ്. ഇപ്പോൾ നാടകം യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞു, ഇറ്റ്സ് നെവർ ദ സെയിം ആസ് യു വാച്ച് ദ സെയിം പ്ലേ ഇൻ ദ പെർഫോമൻസ് സ്പേസ്. അവിടെ ആണെന്ന് അപ്പോൾ ഈ അഗ്ലയും ക്ലിയോപാട്രയും തന്നെ ഇറ്റ്സ് വെരി ഇൻറ്റിമേറ്റ്. The actor comes closer to you and look into your eyes and speaks to you. അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതില്ല. ഈ പേഴ്സൺ ടു പേഴ്സൺ
ഇൻ്റർപേഴ്സണൽ ആണ് നാടകം. അത് ആക്ടറും ഓഡിയൻസ് തമ്മിലാണെങ്കിലും ആക്ടറും തമ്മിലാണെങ്കിലും. ഇന്റർ എ ആയി വരുമോ? ഇൻ്റർആയി അത് എനിക്ക് റോബോട്ട് വന്നാൽ പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ എന്തൊക്കെ മാറ്റം ഇതിൻ്റെ ഫോർമാറ്റിലുണ്ടായാലും ബേസിക്കലി ഹ്യൂമൻ പാഷൻ, ഹ്യൂമൻ ഇൻസ്റ്റിങ്സ് അതിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് പെർഫോമൻസ് ആവില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ റിച്ചാർഡ് പേര് നമ്മൾ പറഞ്ഞു, പീറ്റർ ബ്രൂക്ക്, ഇവരൊക്കെ ചെയ്തത് അതിൻ്റെ പെരിഫറൽസിലല്ല, ബേസ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്, ഉള്ളിലെ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്, ഈ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ക്യാൻ യു ക്രൈ ആസ് എ പ്രിമിറ്റീവ് ബീയിങ്? ക്യാൻ യു സ്മൈൽ ആസ് എ പ്രിമിറ്റീവ് ബീയിങ്? അങ്ങനെയാണെങ്കിൽ അത് അങ്ങോട്ട് ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബേസ് എസൻസിലേക്കാണ് തിയേറ്റർ അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യരുടെ. അതുകൊണ്ട് അത് ഇറ്റ് സ്പീക്സ് അബൌട്ട് കണ്ടംപററി റിയാലിറ്റി, കണ്ടംപററി സൊസൈറ്റി, അവർ സെൻസിബിലിറ്റി, അവർ പ്രോബ്ലംസ്, അവർ ആഗ്നീസ്, നമ്മുടെ സന്തോഷം, നമ്മുടെ സങ്കടം, നമ്മുടെ യുദ്ധം, അതൊക്കെ പറ്റിയേ പറയും. പക്ഷെ അത് പറയുമ്പോഴും ബേസിക്കലി ദി ആക്ടർ ഗോസ് ഡീപ്പർ, ഹാസ് ടു ഗോ ഡീപ്പർ ഇൻ ടു ദ ബേസിക് ഹ്യൂമൻ എസൻസ്. അത് AI വഴി പറ്റുമെന്ന് എനിക്കറിയില്ല. നാടകത്തിന് എപ്പോഴും ഇത് ഉണ്ടാവും. പക്ഷേ അതിന് ഓഫ് കോഴ്സ് ദ ഫോം ചേഞ്ചസ്, ഫോർമാറ്റ് മാറും, എക്സിക്യൂഷൻ മാറും, അറ്റ്മോസ്ഫിയർ മാറും. ഇറ്റ് വിൽ ഇവോൾവ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫ്രം മലബാർ ചാനൽ.